ശ്രീ ശിവദാസൻ നോക്കൂ, പ്രബീറിൻ്റെ CPM മതി, CPM ബന്ധം മതി. അതായത് ന്യൂസ് ക്ലിക്ക് പറയുന്നത് 50 കൊല്ലമായി CPMൻ്റെ അംഗമാണ് പ്രബീർ പുർക്കായസ്ഥ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാവോയിസ്റ്റ് ആകാനാകില്ല, മാവോയിസ്റ്റുകൾക്ക് സാമ്പത്തികമായ സഹായം നൽകാനാകില്ല എന്നാണ്. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രബീർ പുർക്കായസ്ഥയ്ക്ക് പണം ലഭിച്ചിട്ടുണ്ട്. ആ പണം അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ CPM ബന്ധമല്ല. അദ്ദേഹത്തിന് ഏത് കാര്യത്തിനാണോ പണം നൽകുന്നത് ആ കാര്യത്തിനാണ് അദ്ദേഹം ഉപയോഗിക്കുക. അതുകൊണ്ടാണ് മാവോയിസ്റ്റുകൾക്ക് പണം നൽകി, ഈ CA വിരുദ്ധ സമരം ആളിക്കത്തിക്കുന്നതിന് പണം നൽകി, ഈ പറയുന്ന കർഷക സമരം ആളിക്കത്തിക്കുന്നതിന് പണം നൽകി എന്നുള്ള ആക്ഷേപം ഏജൻസികൾ ഉന്നയിക്കുന്നത്. ഇതിൽ എൻ്റെ ചെറിയ ചില സംശയങ്ങൾ, ഈ നെവിൽ റോയ് സിംഗം എന്ന് പറയുന്ന അമേരിക്കയിലെ കച്ചവടക്കാരൻ, വലിയ വ്യവസായിയായിട്ടുള്ള അയാൾ 785 മില്യൺ ഡോളറിന് തൻ്റെ സ്ഥാപനം വ്യവസായം വിൽപ്പന നടത്തുന്നു. വിൽപ്പനയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള തുക അദ്ദേഹം വിവിധ രാജ്യങ്ങളിലെ സേവന പ്രവർത്തനങ്ങൾക്കും തൊഴിലാളി കർഷക ബഹുജന പ്രവർത്തനങ്ങളുടെ അവരുടെ ഇടയിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും വിനിയോഗിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞതിൽ ഒരു ഭാഗം അദ്ദേഹം ഇന്ത്യയിലും ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതും കാണാൻ കഴിയുകയാണ്. അതിൽ അദ്ദേഹത്തിനെതിരായി ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മറ്റേതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിൽ അമേരിക്കയിൽ നിന്നാണല്ലോ ന്യൂയോർക്ക് ടൈംസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അമേരിക്ക എന്ന് പറയുന്നത് ചൈനയെ ഏറ്റവും വലിയ ശത്രു രാജ്യം എന്ന നിലയിൽ നോക്കിക്കാണുന്ന ഒരു രാജ്യമാണ്. ട്രംപ് പ്രസിഡൻ്റായ സമയത്താണല്ലോ ഈ ഏർപ്പാടുകൾ നടക്കുന്നത്. അവിടെ ഏതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ചൈനീസ് പക്ഷപാതി എന്ന നിലയിൽ ചൈനീസ് പ്രൊപ്പഗാൻഡ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെട്ടു എന്നുള്ള വല്ല കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം. രണ്ട്, ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമം, ആ മാധ്യമത്തിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചൈന എന്ന് പറയുന്ന രാജ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? മറ്റൊരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളിൽ ഏറ്റവും മാന്യമായ ഭാഷ ഉപയോഗിച്ച് മാത്രം റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ള വാർത്താവതരണം നടത്തിയിട്ടുള്ള ഒരു ചാനലാണ് ന്യൂസ് ക്ലിക്ക് എന്ന് അഭിമാനത്തോടുകൂടി അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ ചാനലുമായി ബന്ധമുള്ള 40-45ഓളം ആളുകളുടെ വീടുകളിലേക്ക് ഒരു ദിവസം പുലർച്ചെ റെയ്ഡ് നടത്തുകയാണ്. ആ റെയ്ഡ് നടന്നിട്ടുള്ള സ്ഥലങ്ങളിലൊന്ന് എൻ്റെ ഓഫീസ്, ഞാൻ പ്രവർത്തിക്കുന്നിടത്തെ ഓഫീസിൽ ഉൾപ്പെടെ റെയ്ഡ് നടന്നിട്ടുണ്ട്, കർഷക തൊഴിലാളി യൂണിയൻ്റെ ഓഫീസ്. അവിടെ റെയ്ഡ് നടത്തിയിട്ട് അവിടെ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ആകെയുള്ള ആയുധം എന്ന് പറയുന്നത് ഒരു മൊബൈലും ഒരു ലാപ്ടോപ്പും എടുത്തിട്ട് അതിനകത്ത് ലാപ്ടോപ്പിൽ പോസ്റ്ററുകളും വീഡിയോയും ഒക്കെ എഡിറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ട് ഉപജീവനം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ്റെ ലാപ്ടോപ്പും പിടിച്ചുകൊണ്ടുപോയി, മൊബൈലും പിടിച്ചുകൊണ്ടുപോയി. ഇത്രയും മാസമായിട്ട് അത് തിരിച്ചു കൊടുക്കാൻ, അതുപോലെ അന്നേ ദിവസം ഇങ്ങനെ കൈക്കലാക്കിയിട്ടുള്ള ലാപ്ടോപ്പുകളും മൊബൈലുകളും പാവപ്പെട്ടവരാണ്, അവർ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്, ജേർണലിസ്റ്റുകൾ എന്ന നിലയിൽ ഇങ്ങനെയുള്ള വിഷ്വൽ മീഡിയയിലൊക്കെ ഇടപെട്ട് ജീവിക്കുന്നവരാണ്. അവർക്കത് തിരിച്ചു കൊടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് കൊടുക്കേണ്ട എന്നുള്ള തീരുമാനമാണ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള മാധ്യമ സ്ഥാപനങ്ങളോടൊപ്പം നിൽക്കുന്നവർ, പുരോഗമന പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്നവർ, ഈ മോദി സർക്കാരിനെതിരായിട്ട് കലാപകാരികൾക്ക് പണം നൽകുന്നു എംപ്ലോയീസിലൂടെ. അതുകൊണ്ടാണ് എംപ്ലോയീസിന്റെ വീടുകൾ റെയ്ഡ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് എംപ്ലോയീസിന്റെ ഡിവൈസുകൾ പിടിച്ചെടുക്കേണ്ടി വരുന്നത്. മലയാളിയുടെ ഓഫീസിനകത്ത് എത്ര ക്യാമറയും ഡിവൈസുമാണ് എടുത്തോണ്ട് പോയത്? ഒന്ന് തിരിച്ചു കൊടുക്കാൻ പറയൂ. മറുനാടൻ മലയാളിയുടെ കേരളത്തിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ മൊത്തം സാധനവും ന്യൂസ് ദയവായി ഈ തത്വങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞത്. പത്രപ്രവർത്തകരെന്ന് പറയുമ്പോ പത്മകുമാർ, അങ്ങ് പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല, അങ്ങ് സംസാരിച്ചോളൂ അങ്ങയുടെ സമയത്ത്. അങ്ങ് വളരെ മാന്യമായി ചർച്ചയിൽ ഇടപെടുന്ന ഒരാളാണ്. അതെ, അങ്ങ് മാന്യമായി ചർച്ചയിൽ ഇടപെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നതാണ്, ഇവിടെ എന്താണ് കർഷക സമരത്തിന്റെ ഘട്ടത്തിലായാലും ഏത് ഘട്ടത്തിലായാലും പ്രബീർ പുർക്കായസ്ഥയുടെ ചാനലിലെ റിപ്പോർട്ടിംഗ് സ്റ്റൈൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എത്ര മാന്യമായ ഭാഷയിലാണ് വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നത്. കർഷക സമരത്തിന്റെ ഘട്ടത്തിൽ അദ്ദേഹം ഏറ്റവും കൃത്യമായി വിവരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ബിൽക്കീസ് ബാനുവിന്റെ കേസിനകത്ത് എന്താണ് ആ പ്രതികളോട് ഇവർ കാണിച്ചിട്ടുള്ളത്? അവിടെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ആളുകളോട് ഈ സർക്കാർ എടുത്തിട്ടുള്ള സമീപനം, അവർക്ക് ശിക്ഷ ഇളവ് കൊടുത്ത് അവർക്ക് ഗുജറാത്തിൽ സ്വീകരണം കൊടുത്തു. ബിൽക്കീസ് ബാനുവിന് കൂട്ടബലാത്സംഗം ചെയ്തവർ അവിടെ
പാതകങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്ക് ജയിലിൽ ശിക്ഷയിളവ് കിട്ടുന്നു, അവർക്ക് ഗുജറാത്തിലെത്തുമ്പോൾ വലിയ സ്വീകരണം കിട്ടുന്നു. എന്നാൽ ഈ സർക്കാരിനെ വിമർശിക്കുന്ന ആളുകളെ ജയിലിലടക്കുന്നു, വേട്ടയാടുന്നു, അവർ ജയിലിനകത്ത് വെച്ച് കൊല ചെയ്യപ്പെടുന്നു. ആനന്ദ് തെതുൽപെ ഉൾപ്പെടെയുള്ളവർ വേട്ടയാടത്തിൽ വ്യത്യസ്തമായ വിഷയമാണ്, പക്ഷേ ഇതോടൊപ്പം ചേർത്ത് പറയുകയാണ്.